കല്യാണ കച്ചേരി. നിറഞ്ഞ മിഴിയോടെ നിൽക്കുന്ന ഭൂമിയെ കണ്ടതും കാർത്തിയുടെ ദേഷ്യം വർദ്ധിച്ചു. അവൾക്കടുത്തേക്ക് കാർത്തി പാഞ്ഞതും അവന് പിന്നാലെ സുഭദ്രയും ഓടി. ഡാ, മോളെയൊന്നും ചെയ്യരുത്. സുഭദ്ര വിചാരിച്ചത് കാർത്തി ഭൂമിയെ ഉപദ്രവിക്കാൻ വേണ്ടി പോയതാണെന്നാണ്. താഴെ നിന്നും ഓടി വന്നവൻ അവൾക്ക് മുൻപിൽ വന്നു നിന്നു. ഭൂമി, ഞാൻ നിന്നോടൊരു കാര്യം പറയുകയാണ്. അമ്മയുടെ വാക്കും കേട്ട് എൻ്റെ കൂടി ഒരു ജീവിതം സ്വപ്നം കണ്ട നീ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ കാർത്തിക്കിനൊരു ജീവിതം ഉണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ പാതി നീ ആയിരിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. വെറുതെ നിൻ്റെ ലൈഫ് വേസ്റ്റാക്കാതെ എങ്ങോട്ടെങ്കിലും പോകാൻ നോക്ക്. ഭൂമി ഒന്നും പറഞ്ഞില്ല. കണ്ണിമ വെട്ടാതെ അവനെ നോക്കി ഒരേ നിൽപ്പ് നിന്നു. അത്രമാത്രം പറഞ്ഞുകൊണ്ട് കാർത്തി ദേഷ്യത്തോടെ റൂമിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. റൂമിന് മുമ്പിൽ നിന്ന ഭൂമിക്ക് അത് തൻ്റെ മുഖത്തടിച്ചതുപോലെ തോന്നി. കാർത്തിക്കിൻ്റെ ആ പ്രവൃത്തിയിൽ സുഭദ്രയ്ക്ക് നല്ല വിഷമം തോന്നിയെങ്കിലും അവർ ഭൂമിയെ ഒന്ന് നോക്കുക മാത്രം ചെയ്തുകൊണ്ട് താഴേക്ക് നടന്നു. കാരണം ആ പാവം കുട്ടിയോട് ഇപ്പം എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് പോലും അവർക്കറിയില്ല. ഭൂമിക്ക് നിയന്ത്രിക്കാനാകാത്ത വിധം ദേഷ്യം വന്നു. ആരുടെയൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്നുകൊടുത്ത് സ്വന്തം സന്തോഷവും സമാധാനവും വരെ നഷ്ടപ്പെട്ട അവസ്ഥയിലെത്തി. ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നി. ഏറെ നേരമായിട്ടും കാർത്തി വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ടതും മുകളിലെ നിലയിലെ ലിവിംഗ് റൂമിലെ സോഫയിലേക്ക് ഭൂമിയിരുന്നു. എപ്പോഴോ അവളുടെ കണ്ണുകൾ അടഞ്ഞു. കുറേ നേരത്തിന് ശേഷം സുഭദ്ര വിളിക്കുമ്പോഴാണ് അവൾ ഉറക്കം ഉണരുന്നത്. കണ്ണ് തിരുമ്മി അവൾ ക്ലോക്കിലേക്ക് നോക്കുമ്പോഴേക്കും സമയം രാത്രി 9 മണിയോടടുത്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ ഭൂമി? എപ്പോഴും മോളേന്ന് മാത്രം വിളിച്ചു കേട്ട സുഭദ്രയുടെ നാവിൽ നിന്നും പെട്ടെന്ന് ഭൂമിയെന്ന് കേട്ടപ്പോൾ അവൾക്ക് എവിടേക്കോ ഒരു വേദന പോലെ തോന്നി. അമ്മയും തന്നെ വേണ്ടെന്ന് വെക്കുകയാണ് എന്നൊരു തോന്നൽ അവളെ വന്ന് മൂടി. വിശപ്പില്ല, എനിക്കൊന്ന് ഉറങ്ങിയാൽ മതിയമ്മേ. അതെങ്ങനെ ശരിയാവും? വാ, ഒന്ന് ഭക്ഷണം കഴിക്ക്. ഒടുക്കം സുഭദ്രയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ താഴെ ഹോളിലേക്ക് ചെന്നു. അവളുടെ കണ്ണുകൾ ചുറ്റും പരതി. അവൾ നോക്കുന്നത് കാർത്തിയാണെന്ന് മനസ്സിലായതോടെ സുഭദ്ര പറഞ്ഞു തുടങ്ങി. അവൻ അപ്പം തന്നെ കഴിച്ചിട്ട് കിടന്നു. ഉള്ളിൽ എവിടെയോ ഒരു ചെറു നോവ് പടരുന്നതുപോലെ ഭൂമിക്ക് മനസ്സിലായി. കാർത്തി ഒരിക്കലും തന്നെ അംഗീകരിക്കില്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും അവളുടെ മനസ്സ് എപ്പോഴൊക്കെയോ അവനെ കൊതിച്ചു തുടങ്ങിയിരിക്കുന്നു. സാറിന് ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ പാതി നീ ആവില്ല. കാർത്തിക്കിൻ്റെ ആ വാക്കുകൾ ഭൂമിയുടെ മനസ്സിലേക്ക് ഓടി വന്നു. അതിനർത്ഥം സാറ് മറ്റാരോ ഇഷ്ടപ്പെടുന്നുവെന്നല്ലേ? മറ്റാർക്കോ ഹൃദയം പങ്കുവെച്ചെന്നല്ലേ? അവൾ സ്വയം ഓർത്തു. ഇനിയത് അനുപമ മിസ് ആയിരിക്കുമോ? ഭൂമിക്ക് ഹൃദയത്തിലൊരു മുള്ളു കൊണ്ടതുപോലെ വല്ലാത്ത വേദന തോന്നി. മോള് കഴിക്ക്. ഭൂമിയുടെ പാത്രത്തിലേക്ക് ആഹാരം വിളമ്പിക്കൊണ്ടിരുന്ന സുഭദ്ര പറഞ്ഞു. എന്തൊക്കെയോ ആലോചനകളിൽ മുഴുകി നുള്ളിപ്പെറുക്കിയിരിക്കുന്ന അവളെ കാണുക സുഭദ്രയുടെ ഉള്ളിലെ വിഷമത്തിൻ്റെ വ്യാപ്തിയേറി. കാരണം ഇന്ന് ഈ ഭൂമിയിൽ താൻ മൂലം ഒരു പെൺകുട്ടി വേദനിക്കുന്നുണ്ടെങ്കിൽ അത് ഇവളായിരിക്കുമെന്ന് അവർ മനസ്സിലോർത്തു. അവളുടെ ആ ഇരിപ്പ് കാണുമ്പോൾ സുഭദ്രയ്ക്ക് നന്നായി വിഷമം വരുന്നുണ്ട്. മര്യാദയ്ക്ക് ഭക്ഷണം വാരി കഴിക്കുമെന്ന് ഉറച്ചു പറയണമെന്ന് സുഭദ്രയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ പൊട്ടുമെന്ന അവസ്ഥയിലിരിക്കുന്ന ഭൂമിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കാൻ പോലുള്ള മനസ്സ് വന്നില്ല അവർക്ക്. അവളുടെ പ്ലേറ്റിൽ നിന്നും അല്പം ഭക്ഷണം വാരി ഒരു ഉരുളയാക്കി ഭൂമിക്ക് നേരെ നീട്ടിയപ്പോൾ കണ്ണു നിറച്ചുകൊണ്ട് അവൾ ഒരു നോട്ടം നോക്കി. ആ നിമിഷം അവരും അറിയാതെ കരഞ്ഞു പോയിരുന്നു അവൾക്കൊപ്പം. അമ്മയോട് ക്ഷമിക്കണം. ഞാനൊരാളുടെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിൽ നീയും ഇപ്പോൾ കണ്ണീര് കുടിക്കുവാണല്ലോ മോളെ. അമ്മമാർ മക്കൾക്ക് എല്ലാ കാലത്തും നല്ലത് വരണമെന്ന് മാത്രമേ ആഗ്രഹിക്കൂ. പക്ഷെ നമ്മൾ പറയുന്നതിൻ്റെ ശരിതെറ്റുകൾ മക്കൾക്ക് മനസ്സിലായി വരാൻ സമയമെടുക്കും. അതാണിപ്പോൾ എൻ്റെ മോൻ്റെ അവസ്ഥ. നെടുവീർപ്പോടെ സുഭദ്ര അത് പറഞ്ഞു നിർത്തിയതും ഭൂമിക്ക് യാതൊന്നും മനസ്സിലായില്ല. പക്ഷേ അത് എന്തുകൊണ്ടാണ് സുഭദ്ര എങ്ങനെ പറഞ്ഞതെന്ന് അവരോട് ചോദിക്കാനും അവൾ മുതിർന്നില്ല. അതിനുള്ള ധൈര്യം അവൾക്കുണ്ടായില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഒരുപക്ഷെ സുഭദ്രയുടെ വായിൽ നിന്നും ഇനി കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ
തന്നെ വീണ്ടും വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ആകുമോ എന്ന് അവൾ ഭയന്നു. ഭക്ഷണം കഴിച്ചിട്ട് ഭൂമി മുകളിലെ റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും കാർത്തി ഉറക്കം പിടിച്ചിരുന്നു. ഡോറ് ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അവൾ അല്പനേരം അവിടെ തന്നെ നിന്നുകൊണ്ട് കാർത്തികിനെ നോക്കി. തൊണ്ടക്കുഴി വരെ എത്തി നിന്ന കരച്ചിൽ ചീളുകൾക്ക് പുറത്തേക്ക് വരാൻ അധികം സമയം വേണ്ടി വന്നില്ല. അവൾ വാ പൊത്തിക്കൊണ്ട് ബാത്റൂമിലേക്ക് ഓടിപ്പോയി. ഭൂമി ബാത്റൂമിലേക്ക് കയറിയതും അതുവരെ ഉറക്കം നടിച്ചു കിടന്ന കാർത്തി കണ്ണു തുറന്നവൾ പോയ വഴിയെ നോക്കി. കാർത്തിക്കിന് ഒരിക്കലും അനുപമയെ മറക്കാനാവില്ല. കാരണം അത്രമേൽ ആത്മാർത്ഥമായിട്ടായിരുന്നു കാർത്തി അനുപമയെ സ്നേഹിച്ചത്. പക്ഷേ ഭൂമിയുടെ വിഷമം അത് കണ്ടില്ലെന്ന് നടിക്കാനും ആവില്ലവന്. ഒരു തെറ്റും ചെയ്യാതെ കണ്ണീർ കുടിക്കാൻ വിധിക്കപ്പെട്ടവളാണ് ഭൂമി, തൻ്റെ അനിയൻ ചതിച്ച പെണ്ണ്. കണ്ണും മുഖവുമൊക്കെ കഴുകി ഭൂമി മുറിയിലേക്ക് വരുമ്പോൾ കാർത്തി ഉണർന്ന് ബെഡിൽ തന്നെ ഇരിപ്പുണ്ട്. എനിക്ക് തന്നോട് അല്പം സംസാരിക്കാനുണ്ട്. എന്തു വന്നാലും അവൻ പറയുന്നത് കേൾക്കണം എന്നൊരു തീരുമാനത്തിലെത്തിയിരുന്നവൾ ആ ചെറിയ സമയം കൊണ്ട്. എന്താണ് സർ? അതും പറഞ്ഞുകൊണ്ട് ഭൂമി കട്ടിലിൻ്റെ അങ്ങേ തലക്കിലേക്കിരുന്നു. ഭൂമി, നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഞാൻ പറയാം. നമ്മുടെ വിവാഹം നടന്ന സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് രണ്ടുപേർക്കും വ്യക്തമായ ധാരണയുണ്ട്. ഒരിക്കലും എൻ്റെ ഭാര്യ ആകേണ്ടിയിരുന്ന ആളായിരുന്നില്ല താൻ. എൻ്റെ അനിയൻ്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് വരേണ്ടിയിരുന്നവളായിരുന്നു. പക്ഷേ അനിയൻ ചെയ്ത പ്രവൃത്തി മൂലം നിനക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഒരിക്കൽ പോലും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ലാത്ത എന്നെപ്പോലെ ഒരാളെ നിനക്ക് ഭർത്താവായി സ്വീകരിക്കേണ്ടി വന്നു. നമുക്ക് രണ്ടുപേർക്കും പൂർണ്ണ ബോധ്യമുണ്ട് നമുക്കൊരിക്കലും നല്ലൊരു കപ്പിൾസായി ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരേ മുറിയിൽ കഴിഞ്ഞു പോകുന്ന രണ്ട് വ്യത്യസ്ത ആളുകളാണ് നമ്മൾ. എന്തുകൊണ്ട് നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിക്കൂടാ? ഭൂമി കാർത്തികിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. കാർത്തി വീണ്ടും തുടർന്നു. അമ്മയുടെ ഈ വാശി കുറച്ച് കഴിയുമ്പോൾ മാറും. അപ്പോൾ ഞാൻ തന്നെ അമ്മയോട് കാര്യങ്ങൾ സംസാരിക്കാം. എന്നിട്ട് തന്നെ ഈ ജീവിതത്തിൽ നിന്ന് ഞാൻ സ്വതന്ത്രയാക്കാം. മാക്സിമം 1 വർഷം. അതിനുള്ളിൽ എന്തായാലും ഡിവോഴ്സ് ലഭിക്കും. കാർത്തി അത് പറഞ്ഞപ്പോൾ അറിയാതെ ഭൂമിയുടെ കൈകൾ താലിയിലേക്ക് നീണ്ടു. പക്ഷേ അവനത് കണ്ടിരുന്നില്ലെന്നു മാത്രം. ഭൂമിക്ക് ഉള്ളു പിടഞ്ഞു. ഇത്ര നേരം അനുഭവിച്ച വേദനയേക്കാൾ വലിയ വേദനയാണ് അവൾക്ക് തോന്നിയത് കാർത്തികിൻ്റെ ആ വാക്കുകളിൽ. ചങ്ക് പിടഞ്ഞിട്ടും അവൾ ഉള്ളിലെ സങ്കടം മുഖത്ത് കാണിക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ഓക്കെ പറഞ്ഞു. കാർത്തികിൻ്റെ മുഖത്തും ആ നേരത്തെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഭൂമി, പിന്നെ റിയലി സോറി. തന്നെ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിർത്തണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഭൂമിയുടെ കയ്യിൽ വീട്ടിലേക്ക് വരാനുള്ള ക്യാഷ് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. സാർ എന്നോട് സോറിയൊന്നും പറയണ്ട. എൻ്റെ ഭാഗത്തും ഒരുപാട് തെറ്റുകളുണ്ട്. എന്തു വന്നാലും ഒരിക്കലും ഇങ്ങനെയൊരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. ആര് മരിച്ചാലും ജീവിച്ചാലും നമുക്ക് വലുത് നമ്മുടെ ജീവിതമാണ്. ആ ഒരു തോന്നൽ ആദ്യം ഉണ്ടാവേണ്ടത് നമുക്കുമാണ്. അല്ലാത്ത പക്ഷം പിന്നീട് മുന്നോട്ട് ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഭൂമി പറഞ്ഞ പകുതി കാര്യങ്ങളും കാർത്തിക്കിന് മനസ്സിലായില്ല. പക്ഷെ അവൾക്ക് മനസ്സിൽ പറഞ്ഞറിയിക്കാനാവാത്ത എന്തോ വിഷമമുണ്ടെന്ന് മാത്രം അവനും മനസ്സിലായി. തന്നെ ഇത്രയൊക്കെ അപമാനിച്ചിട്ടും അവനൊപ്പം ബെഡിൻ്റെ ഒരു അറ്റത്തുപോലും കിടക്കാൻ ഭൂമിക്ക് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കാർത്തികിൻ്റെ അമ്മയെ ഓർക്കുമ്പോൾ മറ്റൊരു മുറി തനിക്ക് തരാമോ എന്ന് ചോദിക്കാനും അവൾ മടിച്ചു. കട്ടിലിൽ ഭൂമി കിടക്കുന്ന ഭാഗത്തായി മടക്കി വെച്ചിരുന്ന അവളുടെ ബെഡ്ഷീറ്റും തലേണയും എടുത്തുകൊണ്ട് റൂമിൽ തന്നെ കാർത്തിക് ഇരിക്കാനും അത്യാവശ്യം വർക്കുകൾ ചെയ്യാനും വേണ്ടി അവൻ കൊണ്ട് ഇട്ടിരിക്കുന്ന ഒരു സോഫയുണ്ടായിരുന്നു. അവൾ അതിലേക്ക് ബെഡ്ഷീറ്റ് വിരിച്ച് കിടന്നു. കാർത്തി ആ കാഴ്ച നോക്കി നിന്നു. പക്ഷേ പിന്നീട് അവനും തോന്നി ഇത് തന്നെയാണ് നല്ലതെന്ന്. പിറ്റേന്ന് പതിവിലും നേരത്തെ ഭൂമി ഉണർന്നു. ആ രാത്രി അവൾ ഉറങ്ങിയില്ലെന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഭൂമി ഉണരുമ്പോഴേക്കും നല്ല ഉറക്കത്തിലായിരുന്നു കാർത്തി. കൈയും മുഖവുമൊക്കെ കഴുകി ഭൂമി നേരെ അടുക്കളയിലേക്ക് ചെന്നു. സുഭദ്രയുണ്ടായിരുന്നു അവിടെ. മോൾ നേരത്തെ എണീറ്റോ? അതേ അമ്മേ. ചായ എടുക്കട്ടെ? ഇപ്പം വേണ്ടമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അമ്മേ, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു റൂം വേണമായിരുന്നു. എന്തു പറ്റി? നിങ്ങളുടെ ബെഡ്റൂമിലും ടേബിളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റില്ലേ? അതല്ലമ്മേ, വൈകുന്നേരം ആകുമ്പോൾ സാറിനും കുറേ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട്.
എനിക്കും പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും ഒരു റൂമോ സ്പേസോ അവൈലബിൾ ആണെങ്കിൽ അവിടെ ഇരുന്ന് പഠിക്കാമല്ലോ എന്ന്. ഓ, അതാണോ കാര്യം? അതിനിപ്പോൾ എന്താ? നിങ്ങളുടെ റൂമിനോട് ചേർന്ന് മറ്റൊരു റൂമുണ്ടല്ലോ. അതിപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല. ഇന്ന് ഞാൻ ദേവകിയോട് പറഞ്ഞ് ആ റൂം വൃത്തിയാക്കിയിടാം. അപ്പോൾ മോൾക്ക് ഇന്ന് വൈകിട്ട് തൊട്ട് അവിടെ ഇരുന്ന് പഠിക്കാം. അതുപോരെ? മതിയമ്മേ. അതും പറഞ്ഞ് പിന്നെ ഭൂമി ഒന്നും പറയാനില്ലാത്തതുപോലെ അടുക്കളയിൽ തന്നെ നിന്നു. ഇന്നലത്തെ കരച്ചിലിൻ്റെ അവശേഷിപ്പ് പോലെ അവളുടെ ഇരു കണ്ണുകളും ഇപ്പോഴും കലങ്ങി തന്നെ കിടക്കുന്നു. മൂക്കിൻ തുമ്പിലെ ചുവപ്പും ഇതുവരെ മങ്ങിയിട്ടില്ല. മുഖത്ത് മൊത്തത്തിലൊരു ക്ഷീണം ബാധിച്ചതുപോലെ, സന്തോഷം മുഴുവനും കെട്ടുപോയതുപോലെ. കോളേജിൽ പോകാൻ സമയമായിട്ടില്ലല്ലോ. മോളെങ്കിൽ കുറച്ചു നേരം പോയിരുന്നു പഠിക്ക്. കുറച്ചു നേരം ഭൂമി പഠിച്ചു. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഭൂമി ബുക്കുകളെല്ലാം ബാഗിലേക്ക് അടുക്കി വെക്കുന്ന സമയത്താണ് കാർത്തി ജോഗിങ് കഴിഞ്ഞ് മുകളിലേക്ക് വന്നത്. വന്ന പാടേവൻ ബാത്റൂമിലേക്ക് കയറിയിരുന്നു. ആ നേരം കൊണ്ട് ഭൂമി വേഗം റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നു. എന്നാൽ പതിവിലും നേരത്തെ ഭൂമിയെ കോളേജിൽ പോകുന്ന വേഷത്തിൽ കണ്ടതോടെ സുഭദ്ര സംശയത്തോടെ അവളെ നോക്കി നിന്നു. മോളെന്താ ഇത്ര നേരത്തെ റെഡിയായോ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടമ്മേ, കുറച്ച് നേരത്തെ പോകണം. അപ്പോൾ കാർത്തിയോ? സാറ് കുളിക്കാൻ കയറിയിട്ടേ ഉള്ളൂ. ഇനിയും നിന്നാ ഞാൻ പോകാൻ വൈകും. അതാ ഞാൻ സാറിനെ വെയിറ്റ് ചെയ്യാതെ വന്നത്. എങ്കിലത് അവനോട് മുന്നേ കൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പോയിക്കൂടായിരുന്നോ? ഇന്നലെ അത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടും പിന്നെ അതൊന്നും ഗൗനിക്കാതെ വീണ്ടും കാർത്തിക്കിനൊപ്പം തന്നെ പറഞ്ഞുവിടാൻ സുഭദ്ര ശ്രമിക്കുന്നതിനെ കാണെ ഭൂമിക്ക് ചെറുതല്ലാത്തൊരു ദേഷ്യം തോന്നി. അത് സാരമില്ലമ്മേ. പറ്റുമെങ്കിൽ എനിക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒരു പാത്രത്തിലാക്കിത്താ. കോളേജിൽ പോയിട്ട് ഞാൻ കഴിച്ചോളാം. ഭൂമിയുടെ പ്രവൃത്തികളിൽ സുഭദ്രയ്ക്ക് ചെറിയ സംശയം തോന്നിയെങ്കിലും അവരതേപ്പറ്റി അവളോടൊന്നും ചോദിച്ചില്ല. ഭൂമിക്ക് രാവിലത്തെയും ഉച്ചത്തെയും ഭക്ഷണവും വെള്ളവും ടേബിളിലെടുത്ത് വെച്ച് സുഭദ്ര. ഭൂമി അത് പെട്ടെന്ന് തന്നെ ബാഗിലേക്ക് എടുത്തു വെച്ച് സുഭദ്രയോട് യാത്ര പറഞ്ഞിറങ്ങി. കാർത്തി കഴിക്കാൻ വന്നിരുന്നപ്പോൾ അവിടെ ആകെ ഒന്ന് നോക്കി. ഭൂമിയെ റൂമിൽ കാണാത്തതുകൊണ്ട് അവൻ കരുതി അവൾ താഴെ ഉണ്ടാവുമെന്ന്. ഭൂമി എവിടെ? കാർത്തി സുഭദ്രയോട് ചോദിച്ചു. അവൾ നേരത്തെ പോയി. അവൾക്ക് ഇന്നെന്തോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏത് സബ്ജക്റ്റിൻ്റെ ക്ലാസ്? കാർത്തിയുടെ ശബ്ദം കോർത്തു. അത് സുഭദ്രയ്ക്ക് മനസ്സിലാകുകയും ചെയ്തു. അതൊന്നും ഞാൻ ചോദിച്ചില്ല. ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടിഫിൻ ബോക്സിലാക്കി കൊടുക്കാൻ പറഞ്ഞു. ഞാനത് കൊടുത്തു. അവൾ അപ്പം തന്നെ പോവുകയും ചെയ്തു. അവൾക്ക് ബസ്സിന് പോകാൻ ക്യാഷ് കയ്യിലുണ്ടെന്ന് പറഞ്ഞായിരുന്നോ? അയ്യോ, അതേപ്പറ്റി ഞാൻ ചോദിച്ചില്ല. സുഭദ്ര തലയ്ക്ക് കൈ കൊടുത്തു. പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ ഫോണെടുത്ത് ഭൂമിയെ വിളിക്കുകയും ചെയ്തു. 2-3 ബെല്ലടിച്ച ശേഷമാണ് ഭൂമി കോളെടുത്തത്. മോളെ, ബസ്സിൽ കൊടുക്കാനുള്ള ക്യാഷ് ഉണ്ടോ? വീട്ടിൽ നിന്ന് ഉറങ്ങും മുമ്പ് അമ്മ അത് ചോദിക്കാനും മറന്നു. ഉണ്ടമ്മേ. ആണോ? ഓക്കെ. ബസ്സിന് പോകാനുള്ള ക്യാഷ് അവളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഭൂമിയുമായുള്ള ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച ശേഷം സുഭദ്ര കാർത്തിക്കിനോടായി പറഞ്ഞു. മറുപടി ഒന്നും പറയാതെ വേഗം കഴിച്ചെഴുന്നേറ്റവൻ. സത്യത്തിൽ ഭൂമി നേരത്തെ വീട്ടിലിറങ്ങിയതുപോലും ഇനിയും തൻ്റെ പേരിൽ ആ വീട്ടിലൊരു കലഹം ഉണ്ടാകരുതെന്ന് കരുതിയാണ്. ഭൂമി വീട്ടിൽ ഉണ്ടെങ്കിൽ ഉറപ്പായും സുഭദ്ര ഭൂമിയെ കൊണ്ട് പോകാൻ പറയും. അത് പറഞ്ഞ് കാർത്തിയെ നിർബന്ധിക്കും. അവനത് നിരസിക്കും. പിന്നീട് അതൊരു വലിയ വഴക്കാകും. ഓരോന്നൊക്കെ ആലോചിച്ച് ബസ് സ്റ്റോപ്പിൽ തന്നെ ഇരിക്കുകയാണ് ഭൂമി. 2-3 ബസ്സുകൾ പോയെങ്കിലും അതിലൊക്കെ കയറിയാൽ ഒരുപാട് നേരത്തെ കോളേജിലെത്തുമല്ലോ എന്ന് കരുതി അവൾ ആ ഇരിപ്പ് തുടർന്നു. തൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്നു. എന്തൊക്കെയോ ആലോചനകളിൽ മുഴുകി ബസ് സ്റ്റോപ്പിൻ്റെ കമ്പീഴകളിൽ തലച്ചാരി ഭൂമി അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു കാർ വന്ന് അവളുടെ മുമ്പിൽ നിർത്തി ഹോണടിച്ചത്. ഞെട്ടിപ്പിടഞ്ഞ് അവൾ നോക്കുമ്പോൾ കൺമുമ്പിൽ കാർത്തിക്കിനെ കണ്ടതും ഭൂമിയിലൊരു വല്ലായ്മ നിറഞ്ഞു. തുടരും. സപ്പോർട്ട് മറക്കല്ലേ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ ഒരു പാർട്ടും കൂടെ തരാൻ മാക്സിമം ശ്രമിക്കാം.